ഫ്രണ്ട്സ്, നമ്മുടെ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോർ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഡേ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്. ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ബിസിനസ് എങ്ങനെ പണം സമാഹരിക്കുന്നു, ഏത് സോഴ്സിലൂടെ ഫണ്ട് കണ്ടെത്തുന്നു, അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ഇത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്നാൽ നമുക്ക് പഠിച്ചാലോ? അതിനു മുമ്പ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ക്ലാസ്സുകൾ ഇടുന്നില്ലായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മൂലമായിരുന്നു അങ്ങനെ ക്ലാസ്സുകൾ ഇടാതിരുന്നത്. ഇനി നമ്മൾ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ ഇടും. എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നമ്മുടെ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? Financing decision. Financing decision refers to the choice of sources through which a business raises fund for its operation and growth. Financing decision എന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായ പണം അല്ലെങ്കിൽ ഫണ്ട് എങ്ങനെ സമാഹരിക്കണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനമാണ്. It involves deciding the optimal capital structure, the right mix of debt, borrowed fund and equity owners fund to minimize the cost of capital and maximize shareholders wealth. അതായത് ഒരു കമ്പനി തന്റെ പ്രവർത്തനങ്ങൾ നടത്താനും അവരുടെ എക്സ്പാൻഷൻ പദ്ധതികൾ നടപ്പാക്കാനും അവർക്ക് ക്യാപിറ്റൽ ആവശ്യമാണ്, അല്ലേ? ഈ മൂലധനം അതായത് ക്യാപിറ്റൽ എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത്? രണ്ട് തരത്തിലാണ്. ഒന്ന് ഓണേഴ്സ് ഫണ്ട്, അതായത് ഉടമസ്ഥൻ തന്നെ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. അത് ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ് തുടങ്ങിയവയാണ് ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്? കടമായിട്ട് കൊണ്ടുവരുന്നത്, അല്ലേ? ഡെപ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബോറോവ്ഡ് ഫണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഡിബഞ്ചേഴ്സ്, ടേം ലോൺ, ബാങ്ക് ലോൺ അങ്ങനെയൊക്കെ പറയുന്നത് ബോറോവ്ഡ് ഫണ്ടാണ്. ഇതിന്റെ റൈറ്റ് മിക്സ് കണ്ടെത്തുക എന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത്. ഈ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് കൺസേൺഡ് വിത്ത് ഹൗ ടു ഫിനാൻസ് ബിസിനസ് ആക്ടിവിറ്റീസ്. എങ്ങനെയാണ് ബിസിനസ്സിന് വേണ്ടുന്ന ഫിനാൻസ് നമ്മൾ റേസ് ചെയ്യുന്നത് എന്ന് നോക്കണം. പിന്നെ ഇൻവോൾവ്സ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ഏത് ബിസിനസ്സിനും റിസ്ക് ഉണ്ടാവുമല്ലോ, അതുപോലെ അവർക്ക് റിട്ടേണും ഉണ്ട്. അത് തമ്മിൽ എന്ത് ചെയ്യണം? ബാലൻസ് ഉണ്ടായിരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡെപ്റ്റ് നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെ, കൂടുതൽ ഡെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫിനാൻഷ്യൽ റിസ്ക് വരും. അതായത് അവർക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കണം. നമ്മുടെ റിട്ടേൺ വെച്ചിട്ട് അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കണ്ടേ? അതാണ് പറയുന്നത്, ഇവര് തമ്മിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. ഇതെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യേണ്ടത്. പിന്നെ എയിംസ് ടു മെയിൻറ്റെയിൻ ആൻ ഐഡിയൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അല്ലേ? ഇപ്പൊ നമ്മളൊരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാല് ഒരു കമ്പനി ഒന്നെങ്കിൽ 60% ഇക്വിറ്റി ഉപയോഗിക്കുക, 40% ഡെപ്റ്റ് ഉപയോഗിക്കുക. അവരൊരു റേഷ്യോ കണ്ടെത്തുക അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇനിയല്ല 50% ഡെപ്റ്റ് 50% ഇക്വിറ്റി, അങ്ങനെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഐഡിയൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അവർ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തൊക്കെയാണ് എക്സാമ്പിൾ? നമ്മൾ ക്യാപിറ്റലിന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, അല്ലേ? ഇഷ്യൂയിങ് ഷെയർസ് ഇഷ്യൂ ചെയ്താണ് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുക. അതുപോലെ ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ എന്താണ്? ടേക്കിംഗ് ബാങ്ക് ലോൺസ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്. ഓർ റീറ്റെയിൻഡ് ഏർണിങ്സ്, ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് അവർക്ക് എന്തിനു ഉപയോഗിക്കാം? ഭാവിയിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട സോഴ്സുകൾ. നമ്മൾ പറഞ്ഞത് സോഴ്സസ് ഓഫ് ഫിനാൻസ്. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഫിനാൻസ് റേസ് ചെയ്യേണ്ടത് എന്നറിയണം. എന്തൊക്കെയാണ് അതിന്റെ സോഴ്സസ് എന്ന് അറിയണം. സോഴ്സ് ഓഫ് ഫിനാൻസ് റെഫർ ടു ദ ഡിഫറെന്റ് വേസ് എ ബിസിനസ് ക്യാൻ ഒബ്റ്റെയിൻ ഫണ്ട്സ് ടു മീറ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ നീഡ്സ് സച്ച് ആസ് സ്റ്റാർട്ടിംഗ്, ഓപ്പറേറ്റിംഗ് ഓർ എക്സ്പാൻഡിംഗ് ദ ബിസിനസ്. എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആവശ്യമായിട്ട് കുറെ ഫണ്ട്സ് ആവശ്യമുണ്ട്, അല്ലേ? എന്തൊക്കെ? ആ ബിസിനസ് തുടങ്ങാന്, അതിന്റെ ഓപ്പറേഷൻസ് നടത്താന്, അല്ലെങ്കിൽ ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാന് തുടങ്ങി അതിന് ഒത്തിരി ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ട്. അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഫണ്ട് വേണം. ഈ ഫണ്ടൊക്കെ എവിടെ നിന്നാണ് സമാഹരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇതിനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ബേസ്ഡ് ഓൺ ടൈം പീരീഡ്. ലോങ് ടേം സോഴ്സ് എന്നും മീഡിയം ടേം സോഴ്സ് എന്നും ഷോർട്ട് ടേം സോഴ്സ് എന്നുമാണ് ടൈം പീരീഡിന്റെ ബേസിൽ സോഴ്സ് ഓഫ്
ഫിനാൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലോങ് ടേം എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്കറിയാലോ, ദീർഘകാലത്തേക്ക്, ഒത്തിരി കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം എന്തൊക്കെയാണ് ഉദാഹരണം? ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, ലോങ് ടേം ലോൺസ്. മീഡിയം ടേം എന്താണ്? ഷോർട്ട് ടേമും അല്ല ലോങ് ടേമും അല്ല, അല്ലെ? ഒരു മീഡിയം പീരീഡിലേക്ക് ബാങ്ക് ലോൺ, ലീസ് ഫിനാൻസ്, അങ്ങനെയൊക്കെയാണ്. അടുത്തത് ഷോർട്ട് ടേം സോഴ്സസ്. എന്താണ്? നമ്മുടെ ഷോർട്ട് ടൈം ആയിട്ട് ഒരു വർഷത്തിനുള്ളിൽ അങ്ങനെയുള്ള രീതിയിലുള്ളതാണ്. എന്തൊക്കെയാണ് ഉദാഹരണം? ട്രേഡ് ക്രെഡിറ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽ ഡിസ്കൗണ്ടിങ്. അടുത്തത് പറഞ്ഞത് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. എന്താണ്? ഓൺഡ് ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും ഉണ്ട്. എന്തായിരിക്കും ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത്? ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റിയാണ്. ആരാണ് ബിസിനസിന്റെ ഓണർ? ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണ്, അല്ലേ? അപ്പം ഇക്വിറ്റി ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺഡ് ഫണ്ടാണ് അവിടെ റൈസ് ചെയ്യുന്നത്. അതുപോലെ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇപ്പൊ ഒരു ബിസിനസ്സിന് ഒരു വർഷം കുറച്ചധികം പ്രോഫിറ്റ് ഉണ്ട്. അപ്പം അവരൊരു 30% അവർ ആ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്തു. ഇവർ പ്രോഫിറ്റ് എന്താ ചെയ്യുക? ഒന്നെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും, അല്ലെങ്കിൽ അത് ആ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. ഈ രണ്ട് ഇതാണല്ലോ ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പം എക്സാമ്പിള്, ഒരു ബിസിനസ് അതിന്റെ പ്രോഫിറ്റില് 30% അവർ റീറ്റെയിൻ ചെയ്തു വെച്ചു. ഇങ്ങനെ കുറെ കാലം റീറ്റെയിൻ ചെയ്ത് വെച്ച ഒരു വലിയ തുക അവിടെ ഉണ്ടാകുമല്ലോ. ആ തുക അവർക്ക് ബിസിനസ്സിന് പിന്നെ എന്തെങ്കിലും ഒരു എക്സ്പാൻഷനോ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ അവർക്ക് ഈ ഫണ്ട് എടുത്ത് ഉപയോഗിക്കാം. അത് ഓൺഡ് ഫണ്ടാണ്. കാരണം വേറെ എവിടുന്ന് കടമെടുക്കുന്നതല്ല, ബിസിനസ്സിൽ തന്നെയുള്ള ഫണ്ടാണ്. അത് തന്നെയാണ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു. അടുത്തത് ബോറോവ്ഡ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താ? കടമായിട്ട്, ഡെപ്റ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ലോൺസ്, ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെയുള്ള ലോൺസ്, അതുപോലെ ഡിബഞ്ചേഴ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ് തുടങ്ങിയവയൊക്കെ എന്താ? നമ്മൾ കടമായിട്ട് വാങ്ങുന്നതാണ്, അല്ലെ? അങ്ങനെയാണ് ഓണർഷിപ്പിന്റെ ബേസിൽ സോഴ്സിനെ തിരിച്ചിരിക്കുന്നത്. ഇനി ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് ജനറേഷന്റെ ബേസിൽ എങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്? ഇന്റേണൽ സോഴ്സ് എന്നും എക്സ്റ്റേണൽ സോഴ്സ് എന്നും. സെയിം. ഇന്റേണൽ സോഴ്സ് എന്താ? ബിസിനസിനുള്ളിൽ നിന്ന് തന്നെ എന്ത് കണ്ടെത്തുന്നു? ഫിനാൻസ് കണ്ടെത്തുന്നു. നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് നേരത്തെ പറഞ്ഞില്ലേ? അതായത് ബിസിനസ് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബിസിനസിന്റെ എമൗണ്ട് അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ അതിൽ നിന്ന് എടുക്കുന്നു, ബിസിനസ്സിൽ നിന്ന് തന്നെ എടുക്കുന്നു. ഇന്റേണൽ സോഴ്സ്, പുറത്തൊരു വ്യക്തികളിൽ നിന്നല്ല. അതേപോലെ സെയിൽ ഓഫ് അസറ്റ്, ബിസിനസിനുള്ളിലെ അസറ്റ് അവര് സെയിൽ ചെയ്യുന്നു, അപ്പൊ നമുക്കൊരു ഫണ്ട് കിട്ടുന്നു, അല്ലെ? ആ ഫണ്ട് അവര് പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡെവലപ്മെന്റോ എക്സ്പാൻഷനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ വേറെ അസറ്റ് പർച്ചേസ് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത് അവരുടെ പൈസ തന്നെ, ഇന്റേണൽ സോഴ്സ്, അല്ലെ? പുറത്തുനിന്നല്ല, അവരുടെ പൈസ തന്നെ എടുക്കുന്നു. അടുത്തത് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തുള്ള വ്യക്തികളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ്? ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അത് പബ്ലിക്, പുറത്തുള്ള ഒരാളാണ് നമുക്ക് പണം തന്ന ഷെയർ വാങ്ങുന്നത്, അല്ലെ? എക്സ്റ്റേണൽ സോഴ്സ് ആണ്. അതുപോലെ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്താൽ അത് പുറത്തുനിന്ന് ഒരാൾ വാങ്ങിയിട്ടാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത്. അതേപോലെ ലോൺ ഫ്രം ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്, ബാങ്കോ ലോണോ എന്തോ അല്ല, ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോണ്, നമുക്കതൊരു എക്സ്റ്റേണൽ പാർട്ടി അല്ലേ, അവരല്ലേ നമുക്ക് ഫണ്ട് തരുന്നത്. അപ്പൊ അത് എക്സ്റ്റേണൽ സോഴ്സ്. ഇങ്ങനെയൊക്കെയാണ് സോഴ്സ് ഓഫ് ഫിനാൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിനെ കുറിച്ചാണ് പറയുന്നത്. ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആർ ഫണ്ട്സ് റേസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 5 years. These are mainly used for purchasing fixed asset, business expansion or modernization. എന്താണ് ലോങ് ടേം സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക്, അതായത് ദീർഘകാലത്തേക്ക് വേണ്ടുന്ന ഫണ്ടാണ്, അല്ലേ? ലോങ് ടേം സോഴ്സ്. ഇനി ഇങ്ങനെ നമ്മൾ ലോങ് ടേം സോഴ്സ് വഴി നമ്മൾ റേസ് ചെയ്യുന്ന ഫണ്ട് നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പർച്ചേസിംഗ് ഓഫ് ഫിക്സഡ് അസറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ഓർ മോഡേണൈസേഷൻ. അതായത് വലിയ വലിയ കാര്യങ്ങൾക്ക്, അല്ലെ? ഇപ്പൊ ഒരു കമ്പനിക്ക് ഒരു മെഷീനറി വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ വാങ്ങണം, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഒരു ബിസിനസ്സിന് അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണം, അല്ലെ? കൂടുതൽ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലാക്കണം. ഇതിനൊക്കെ എന്ത് വേണം? കുറച്ചധികം. നമ്മൾ സാധാ ചെറിയ ചെറിയ ഫണ്ട് മതിയോ? പോരാ, കുറച്ച് വലിയ ഫണ്ടുകൾ വേണം, അല്ലെ? അപ്പൊ ലോങ് ടേം സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഫണ്ട്സ് ഒക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ വക കാര്യങ്ങൾക്ക്, ബിസിനസിന് അസറ്റ് പർച്ചേസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, മോഡേണൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ലോങ് ടേം സോഴ്സിലെ മെയിൻ സോഴ്സസ് ഒക്കെയാണ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, ഇക്വിറ്റി ഷെയർ. എന്താണ് ഇക്വിറ്റി ഷെയർ? ഇറ്റ് ഈസ് എ ബേസിക് സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ എനി കമ്പനി. ഏത് കമ്പനിയുടെയും ബേസിക് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ആണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി പൂർണ്ണമായിട്ടും ഡെപ്റ്റിൽ പോവുമോ? ഡെപ്റ്റ് ഫിനാൻസ് മാത്രമായിട്ട് എടുക്കുവോ? ഇല്ല. എങ്ങനെയാണ്? ഇക്വിറ്റിയുടെ കൂടെ ഡെപ്റ്റ്, അല്ലേ? എന്തായാലും അതൊരു ബേസിക് ആയിട്ട് ഇക്വിറ്റി ഉണ്ടാകും. ഇക്വിറ്റിയാണ് ഓണർ.
അല്ലേ? അപ്പം ബേസിക് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഇക്വിറ്റി ഷെയർ. ഇറ്റ് റെപ്രസെന്റ് ദ ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. ഒരു കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും, അല്ലേ? അതുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് പെർമനന്റ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഓണേഴ്സ്. ഇക്വിറ്റി ഷെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ക്യാപിറ്റൽ ആണ്. ആര്? കോൺട്രിബ്യൂട്ടഡ് ബൈ ഓണേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരാന്നാ പറഞ്ഞത്? കമ്പനിയുടെ ഓണറാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഓണേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ആണ് പെർമനന്റ് ക്യാപിറ്റൽ. അതായത് ഇതിനൊരു മച്യൂരിറ്റി പീരീഡ് ഉണ്ടോ? ഇല്ല. കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് പെർമനന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാകുക. മാനേജ്മെന്റ് ഡിസിഷനിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഇത് നടത്തുമല്ലോ. അതിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത് ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. It does not have any maturity, nor there any compulsion to pay dividend on it. അതായത് ഇതിനൊരു മച്യൂരിറ്റി പീരീഡ് ഉണ്ടോ? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാം എന്നൊന്നുമില്ല. അതേപോലെ എല്ലാ വർഷവും ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡിവിഡൻഡ് കൊടുത്താൽ മതി. അത് അവരുടെ ഡിവിഡൻഡ് പോളിസി അനുസരിച്ചിരിക്കും. അത് റീറ്റെയിൻ ചെയ്യണോ ഡിവിഡൻഡ് കൊടുക്കണോ എന്ന ഓരോ കമ്പനിയുടെ പോളിസി അനുസരിച്ചിരിക്കും. അവിടെ ഒരു നിർബന്ധവുമില്ല അവർക്ക് ഡിവിഡൻഡ് കൊടുക്കണമെന്നോ ഇന്ന സമയത്തിനുള്ളിൽ അത് തിരിച്ചു കൊടുക്കണമെന്നോ ഒന്നുമില്ല. ഹോൾഡേഴ്സ് റിസീവ് ഡിവിഡൻഡ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്, നോട്ട് ഫിക്സഡ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് ഡിവിഡൻഡ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രോഫിറ്റിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ ചില വർഷം കൂടുതൽ ഡിവിഡൻഡ് കിട്ടും, ചില വർഷം കുറവ് കിട്ടും. അവിടെ ഒരു ഫിക്സഡ് ഇല്ല. നമ്മുടെ പ്രോഫിറ്റിനനുസരിച്ചാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് കൺട്രോൾ ഓവർ ബിസിനസ് ഡിസിഷൻ. ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് വോട്ടിംഗ് റൈറ്റ്സും കൺട്രോൾ ഓവർ ബിസിനസ് ഡിസിഷൻ, അല്ലേ? കാരണം എന്താ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓണേഴ്സ്. ഓണേഴ്സിനല്ലേ ബിസിനസ് ഡിസിഷന്റെ മേൽ കൺട്രോൾ ഉണ്ടാവുള്ളൂ. ബിസിനസിന്റെ മേൽ കൺട്രോൾ ഉള്ളത് ആർക്കാണ്? ഓണേഴ്സിന്. അതുകൊണ്ടാണ് അവർക്കാണ് വോട്ടിംഗ് റൈറ്റും ഉള്ളത്. ഇനി ഇൻ കേസ് ഓഫ് ലിക്വിഡേഷൻ ദേ ആർ പെയ്ഡ് ലാസ്റ്റ് ആഫ്റ്റർ ഓൾ ലയബിലിറ്റീസ്. കമ്പനി ലിക്വിഡേഷന്റെ സമയത്ത് കമ്പനിക്ക് ഉണ്ടായിരുന്ന എല്ലാ ലയബിലിറ്റീസും, ഡിബഞ്ചർ, ലോണ്, മറ്റ് എല്ലാ ലയബിലിറ്റീസും പേ ചെയ്തതിനു ശേഷം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും പേ ചെയ്തതിനു ശേഷം അവസാനം മാത്രമേ ആർക്ക് കൊടുക്കുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. അതാണ് ദേ ആർ പെയ്ഡ് ലാസ്റ്റ് ആഫ്റ്റർ ഓൾ ലയബിലിറ്റീസ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. പറയുന്നത് പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റെപ്രസെന്റ് ഫണ്ട്സ് റേസ്ഡ് ബൈ ഇഷ്യൂയിങ് പ്രിഫറൻസ് ഷെയർസ് which have a preferential right over equity shares in two aspects. അതായത് ഇവിടെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ടേം ആണ് the preferential right. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എന്ത്? ടു ആസ്പെക്റ്റിന്, രണ്ട് കാര്യത്തിൽ അവർക്ക് കുറച്ചും കൂടി ഒരു അധികാരമുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാളും പ്രിഫറൻസ്, നമ്മൾ എന്താ പറയുക, അധികാരമില്ല, പ്രാധാന്യം, അല്ലേ? എന്തൊക്കെയാണ് ആ രണ്ട് ആസ്പെക്ട്? ഒന്ന് ഡിവിഡൻഡ് പേയ്മെന്റ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദി ടൈം ഓഫ് ലിക്വിഡേഷൻ. നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് പേയ്മെന്റിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത്? അവർക്ക് ഒരു ഫിക്സഡ് ഡിവിഡൻഡ് ഉണ്ടോ? ഇല്ല. നമ്മൾ പ്രോഫിറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. അത് നിർബന്ധമില്ല, അല്ലേ? ഓരോരുത്തരുടെ ഡിവിഡൻഡ് പോളിസി വെച്ചാണ്. അപ്പം പക്ഷെ ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് എന്താണ്? അത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ രണ്ടിലും അവർക്ക് പ്രിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദി ടൈം ഓഫ് ലിക്വിഡേഷൻ. ലിക്വിഡേഷന്റെ സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുമ്പ് ഇവർക്ക് എന്ത് ചെയ്യണം? ഇവരുടെ ക്യാപിറ്റൽ റീപേ ചെയ്തിരിക്കണം. ഇവരുടെ റീപേ ചെയ്തതിനു ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റീപേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാളും ഈ രണ്ട് കാര്യത്തില് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഓണേഴ്സ് ക്യാപിറ്റൽ ബട്ട് ഹാസ് എ മച്യൂരിറ്റി പീരീഡ്. ഈ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നതും ഓണേഴ്സ് ക്യാപിറ്റൽ തന്നെയാണ്, അല്ലെ? അതൊരു ഡെപ്റ്റ് ക്യാപിറ്റൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതും ഓണേഴ്സ് ക്യാപിറ്റൽ ആണ്. പക്ഷെ അവിടെ എന്തുണ്ട്? മച്യൂരിറ്റി പീരീഡ് ഉണ്ട്. നമ്മൾ മറ്റടുത്ത് എന്തായിരുന്നു പറയുന്നത്? അങ്ങനെ ഒരു മച്യൂരിറ്റി പീരീഡ് ഉണ്ടോ? അത് പെർമനന്റ് ക്യാപിറ്റൽ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇത് പക്ഷെ അങ്ങനെയല്ല, ഒരു മച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ഇൻ ഇന്ത്യ ദ പ്രിഫറൻസ് ഷെയർസ് മസ്റ്റ് ബി റിഡീംഡ് വിത്തിൻ എ മാക്സിമം പീരീഡ് ഓഫ് 20 years ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഇത് ഓർത്തിരിക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ ഒരിക്കലും ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ, ഇറഡീമബിൾ എന്ന് വെച്ചാൽ എന്താ? റെഡീം ചെയ്യാത്തത്, അല്ലെ? അതായത് കമ്പനിയുടെ അവസാനം ലിക്വിഡേഷന്റെ സമയത്ത് മാത്രം റെഡീം ചെയ്യുന്നതാണ്.
ഇന്ത്യയിൽ അങ്ങനത്തെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അത് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. പ്രിഫറൻസ് ഷെയർ മസ്റ്റ് ബി redeemed within maximum period of 20 years from the date of issue. ഇഷ്യൂ ചെയ്ത് 20 വർഷത്തിന് മാക്സിമം പീരീഡ് എത്ര? 20 വർഷം. അതിനുള്ളിൽ ഈ പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്തിരിക്കണം? റെഡീം ചെയ്തിരിക്കണം, അതായത് റീപേ ചെയ്തിരിക്കണം. റിസീവ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവർക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. ആർക്ക്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുൻപ് തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം. അവർക്ക് കൊടുത്തതിന് ശേഷമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. നോ വോട്ടിംഗ് റൈറ്റ് എക്സെപ്റ്റ് ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. അതായത് പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിച്ചാൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടോ? ഇല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കില്ല. ലെസ് റിസ്കി കമ്പയർഡ് ടു ഇക്വിറ്റി ഷെയർസ്. അല്ലേ? പ്രിഫറൻസ് ഷെയർ ലെസ് റിസ്കി അല്ലേ? കാരണം എന്താ? അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഈ ഡെപ്റ്റ് ക്യാപിറ്റലിനൊക്കെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് പ്രിഫറൻസ് ഷെയറിന് കിട്ടുക. എങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുമ്പ് ആർക്ക് കിട്ടും? പ്രിഫറൻസ് ഷെയർസിന് കിട്ടും. അതുകൊണ്ട് തന്നെ അത് ലെസ് റിസ്കി ആണ്. അതേപോലെ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് കിട്ടുന്നുണ്ട്. Can be redeemable or irredeemable, cumulative or non cumulative. അതായത് ഇത് പ്രിഫറൻസ് ഷെയർസിന്റെ ടൈപ്പിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ടൈപ്പ് ആയിട്ട് redeemable or irredeemable എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ എങ്ങനത്തെയാണ്? 20 വർഷത്തിനുള്ളിൽ അത് redeem ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. types of preference share capital ആണ്. Preference shares are classified based on their features and rights. Preference shares അവരുടെ features rights ബേസ് ചെയ്തിട്ട് കുറച്ച് എന്താ പറയുക അവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പ്രിഫറൻസ് ഷെയറിനെ. ഇത് മെയിൻ ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്ന്, cumulative preference shares. Unpaid dividend accumulate and are paid in future year before any equity dividend. അതായത് ഇപ്പം ഒരു കമ്പനി ഒരു വർഷം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇക്വിറ്റി ഷെയർക്ക് അവർക്കൊരു ഫിക്സഡ് ഡിവിഡൻഡ് ഉണ്ടല്ലോ, അത് പേ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ രണ്ടാം വർഷം അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അവർക്ക് എന്താ പറയുക പ്രിഫറൻസ് ഷെയറിന് ആ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല. മൂന്നാം വർഷം അവർക്ക് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പൊ അവർ എന്ത് ചെയ്യുന്നു? ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും മൂന്നാം വർഷത്തെയും പ്രോഫിറ്റ് കൂടി കൂട്ടി ആ മൂന്നാം വർഷത്തിൽ അവർക്ക് ലാഭം കിട്ടിയപ്പോൾ അവർ ആ 3 വർഷത്തെയും കൂട്ടി എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഇവർക്കാണ് അതിൽ ആ 3 വർഷത്തെയും കൊടുക്കാത്ത വർഷങ്ങളെയും കൂടി അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്ത് ആ എന്താ പറയുക പ്രോഫിറ്റ് ഉള്ള വർഷത്തില് എല്ലാം കൂടി കൂട്ടി കൊടുക്കുന്നു. അടുത്തത് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ഡിവിഡൻഡ് ആർ നോട്ട് ക്യാരി ഫോർവേഡ് ഇഫ് നോട്ട് ഡിക്ലെയർഡ് ഇൻ എ ഇയർ. അതായത് ഇപ്പൊ ഒരു വർഷത്തിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ല, അതായത് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല, പക്ഷെ അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ട്, എന്നാൽ അടുത്ത വർഷം കൊടുക്കുവോ? ഇല്ല. അടുത്ത വർഷം എന്ത് ചെയ്യും? ആ വർഷത്തെ ഡിവിഡൻഡ് മാത്രമേ കൊടുക്കുള്ളൂ. ആദ്യത്തെ വർഷം കൊടുത്തില്ല എന്ന് വെച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിച്ചേർക്കുന്നില്ല. ഈ പ്രോഫിറ്റ് ഉള്ള വർഷം, അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന വർഷത്തെ മാത്രമേ കൊടുക്കുള്ളൂ. അതാണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. അടുത്ത redeemable preference share can be redeemed by the company after a fixed period. അതായത് ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം കമ്പനി ആ പ്രിഫറൻസ് ഷെയറിനെ എന്ത് ചെയ്യും? റീപേ ചെയ്യും. റീപേ ചെയ്യുക എന്ന് വെച്ചാൽ റിഡീം ചെയ്യും, തിരിച്ചു കൊടുക്കും. അതാണ് redeemable preference share. അടുത്തത് irredeemable preference share. Not repayable during the company's lifetime. Redeemed only at liquidation. അതായത് കമ്പനിയുടെ പ്രവർത്തന സമയത്തൊന്നും അത് റീപേ ചെയ്യില്ല. എപ്പോഴാണ് റീപേ ചെയ്യുന്നത്? കമ്പനിയുടെ ലിക്വിഡേഷന്റെ സമയത്ത് മാത്രമേ റീപേ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർ ആണ് irredeemable preference share. അടുത്തത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർ ആഫ്റ്റർ എ സെർട്ടൻ ടൈം. അതായത് ഒരു പ്രത്യേക ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിഫറൻസ് ഷെയറിനെ എന്താക്കി മാറ്റും? ഇക്വിറ്റി ഷെയർ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ആകും. അങ്ങനത്തെ പ്രിഫറൻസ് ഷെയർ ആണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് വെച്ചാൽ എന്താണ്? കനോട്ട് ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർ. അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുവോ? ഇല്ല. അത് അവർ എപ്പോഴും എന്തായിരിക്കും? പ്രിഫറൻസ് ഷെയർ തന്നെയായിരിക്കും. അത് കൺവേർട്ട് ചെയ്യാൻ പാടില്ല. ഇത്രയൊക്കെയാണ് ഇതിന്റെ ടൈപ്സ് ആയിട്ട് നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലെ ടൈപ്സ് ആയിട്ട് പറയുന്നത് ഡിബഞ്ചേഴ്സിനെ പറ്റിയാണ്. ഇത്ര നേരവും നമ്മൾ എന്തായിരുന്നു? ഓൺഡ് ഫണ്ടിനെ കുറിച്ച് പറയുന്നു. ഇനി നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റലിനെ കുറിച്ചാണ് പറയുന്നത്, സോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഡിബഞ്ചർ. Debentures are a long-term borrowed source of finance used by companies to raise funds from the public. അതായത് ഇപ്പൊ ഒരു ദീർഘകാലത്തേക്ക് കടമെടുക്കുന്ന ഒരു മാർഗമാണ്, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കടമെടുക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഡിബഞ്ചർ എന്ന് പറയുന്നത്.
ഒരു കമ്പനി അവരുടെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പലിശ ഇൻട്രസ്റ്റോട് കൂടി കടപ്പത്രങ്ങൾ ഇങ്ങനെ ഇറക്കുന്നു. ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഓർക്കണം, ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ, കടപ്പത്രത്തോടെ ഇറക്കുന്നുണ്ട്. അതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? They are written acknowledgement of debt under which the company agreed to pay a fixed rate of interest and repay the principal on a specified date. അതായത് ഒരു നിശ്ചിത സമയത്തിന് ശേഷം അവരെന്ത് ചെയ്യും? അവരുടെ ആ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ കമ്പനി കടമെടുത്ത ആ എമൗണ്ടും ഒപ്പം ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടി ചേർത്ത് എന്ത് ചെയ്യും? കമ്പനി തിരിച്ച് റീപേ ചെയ്യും. റിട്ടേൺ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഒരു കടപ്പത്രമാണ്, അതായത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് പറയാം. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഈവൻ ഇഫ് ദർ ഇസ് നോ പ്രോഫിറ്റ്. ഈ ഡിബഞ്ചറിന്റെ കാര്യത്തിൽ അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇവിടെ ഓർക്കണം, ഇവിടെ ഇൻട്രസ്റ്റ് ആണ്. മറ്റടുത്ത് നമ്മൾ ഡിവിഡൻഡ്, പ്രിഫറൻസ് ഡിവിഡൻഡും ഇക്വിറ്റി ഡിവിഡൻഡ് എന്നൊക്കെ പറയില്ലേ, ഇവിടെ ഇൻട്രസ്റ്റ് ആണ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഈവൻ ഇഫ് ദർ ഇസ് നോ പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് എന്തായാലും പേ ചെയ്തിരിക്കണം. ഡു നോട്ട് ക്യാരി വോട്ടിംഗ് റൈറ്റ്. ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഓൺഡ് ഫണ്ട് ആണോ? അല്ല, അത് കടമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ടിംഗ് റൈറ്റ് അവകാശം ഉണ്ടോ? ഇല്ല. വോട്ടിംഗ് റൈറ്റിലോ കമ്പനിയുടെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നതിലോ ഒന്നും ഈ ഡിബഞ്ചേഴ്സിന് ഇടപെടാൻ സാധിക്കില്ല. ഇനി സെക്യൂർഡ് ഓൺ അൺസെക്യൂർഡ് അഗൈൻസ്റ്റ് കമ്പനി അസറ്റ്. ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞാല് ഇത് ടൈപ്സ് ആണ് പറയുന്നത്, നമ്മൾ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ സെക്യൂർഡ് ആക്കാം, ഒരു കമ്പനി ഒരു അസറ്റിന്റെ സെക്യൂരിറ്റി വെച്ച് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അൺസെക്യൂർഡോ അങ്ങനെ ഏത് രീതിയിലും ആക്കാം. യൂസ്ഡ് ഫോർ ലോങ് ടൈം ഫിനാൻസിങ് നീഡ്സ്. ഡിബഞ്ചർ നമ്മൾ എന്തിനാ റേസ് ചെയ്യുന്നത്? ലോങ് ടൈം ഫിനാൻസിങ് നീഡ്സിനാണ്. നമ്മുടെ ലോങ് ടൈം എന്തൊക്കെയായിരുന്നു? നമ്മളൊരു അസറ്റ് വാങ്ങാനോ ഇനി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ തുടങ്ങി അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോങ് ടൈം ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ പ്രിഫറൻസ് ഷെയറിന്റെ ടൈപ്സ് പറഞ്ഞില്ലേ, അതുപോലെ ഡിബഞ്ചർക്കും ടൈപ്സുകളുണ്ട്. ഒന്നാമത്തേതാണ് സെക്യൂർഡ് ഡിബഞ്ചർ, ബാക്ക്ഡ് ബൈ എ ചാർജ് ഓൺ കമ്പനീസ് അസറ്റ്. അതായത് ഒരു കമ്പനിയുടെ അസറ്റിന് മേൽ സെക്യൂരിറ്റി വെച്ചതിന് ശേഷം ഡിബഞ്ചർ എടുക്കുക. ഇനിയിപ്പം കമ്പനിക്ക് അത് റീപേ ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള എന്താ പറയുന്നത് പ്രോഫിറ്റോ ഫണ്ടോ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവരാ എന്താണോ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള അസറ്റ്, ആ അസറ്റ് വിറ്റിട്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം? ഈ ഡിബഞ്ചർക്ക് പൈസ കൊടുത്തിരിക്കണം. നമ്മളിപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സെക്യൂരിറ്റി വെക്കുന്നതില്ലേ, അതുപോലെയാണ് സെക്യൂർഡ് ഡിബഞ്ചർ. ഒരു അസറ്റിന് സെക്യൂരിറ്റി വെച്ചതിന് ശേഷമാണ് ഇവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തത് അൺസെക്യൂർഡ് ഓർ നേക്ഡ് ഡിബഞ്ചർ, നോ സെക്യൂരിറ്റി ഡിപ്പെൻഡ് ഓൺ കമ്പനീസ് ക്രെഡിറ്റ് വർത്തിനെസ്. അതായത് ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ മേലല്ല അവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷെ ഓരോ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യില്ല. നമ്മളിപ്പോൾ നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്കൊരു സെക്യൂരിറ്റി വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അറിയാം ഇവരെന്തായാലും ഇവർക്കത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കാപ്പബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് എന്താ പറയുക, അവരുടെ പൊസിഷൻ നോക്കി നമുക്ക് തിരിയല്ലോ. അതാണ് പറഞ്ഞത് ഡിപ്പെൻഡ് ഓൺ കമ്പനീസ് ക്രെഡിറ്റ് വർത്തിനെസ്. അതനുസരിച്ചിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടോ? ഇല്ല. അടുത്തത് റെഡീമബിൾ ഡിബഞ്ചർ, റീപെയ്ഡ് ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്. ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഇത് കമ്പനി റീപേ ചെയ്യണം. അതാണ് റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഇറെഡീമബിൾ ഓർ പെർപെച്വൽ ഡിബഞ്ചർ, അതായത് നോട്ട് റീപേബിൾ ഡ്യൂറിങ് കമ്പനീസ് ലൈഫ് ടൈം. ആ കമ്പനി പ്രവർത്തിക്കുന്ന കാലത്തോളം അതെന്ത് ചെയ്യണ്ട? റീപേ ചെയ്യണ്ട. എപ്പോഴാണ് പിന്നെ റീപേ ചെയ്യണ്ടേ? അതിന്റെ ലിക്വിഡേഷന്റെ സമയത്ത്, അന്നേരം മാത്രം റീപേ ചെയ്താൽ മതി. അങ്ങനെ പറയുന്നതാണ് ഇറെഡീമബിൾ ഡിബഞ്ചർ. അടുത്തത് കൺവേർട്ടബിൾ ഡിബഞ്ചർ, ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ സർട്ടൻ ടൈം. അതായത് ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിബഞ്ചറിനെ എന്താക്കി മാറ്റും? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ? അവർക്ക് മാനേജ്മെന്റിന്റെ ഡിസിഷനിൽ പങ്കെടുക്കാം, വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകും. പക്ഷെ അവിടെ റിസ്ക് കൂടും. കാരണം ഒരു ഡിബഞ്ചർ ആകുമ്പോൾ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടും. പക്ഷെ ഇക്വിറ്റി ഷെയറിന് അങ്ങനെ കിട്ടുമോ? ഒരിക്കലും ഇല്ല. അടുത്തത് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ, കനോട്ട് ബി കൺവേർട്ടഡ് ഇൻടു ഷെയർ. എന്താ പറയുന്നത്? നേരത്തെ ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ആയി മാറുമെന്ന് കൺവേർട്ടബിൾ ഡിബഞ്ചറിനെ പറഞ്ഞു. എങ്കിൽ ഇവിടെ എന്താവുന്നുണ്ട്? ഇവിടെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാൻ പറ്റില്ല. അതാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ.
അടുത്തത് രജിസ്റ്റേർഡ് ഡിബഞ്ചർ, ഹോൾഡേഴ്സ് നെയിം റെക്കോർഡഡ് ഇൻ കമ്പനി രജിസ്റ്റർ. അതായത് ഒരു ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് വാങ്ങുന്ന വ്യക്തി ഉണ്ടല്ലോ, അതായത് ആ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയില്ലേ, അദ്ദേഹത്തിന്റെ പേര് കമ്പനി രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യും. ഇത് റീപേ ചെയ്യുന്നത് ആർക്കായിരിക്കും? ഈ നെയിം രജിസ്റ്ററിലെ നെയിം റെക്കോർഡ് ചെയ്ത ആ വ്യക്തിക്കായിരിക്കും ഈ കമ്പനി ഇത് റീപേ ചെയ്യുക. അടുത്തത് ബിയറർ ഡിബഞ്ചർ, ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി, നോ നെയിം റെക്കോർഡഡ്. ബിയറർ ഡിബഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ അത് ഹോൾഡ് ചെയ്യുന്നത്, ഇപ്പം എ എന്ന് പറഞ്ഞ വ്യക്തി ഡിബഞ്ചർ വാങ്ങി അത് എ ബിക്ക് കൊടുത്തു. അപ്പൊ അത് അതിന്റെ ഓണർ ആരായി? ആ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്നത് ആരാ? ബി. അവിടെ ഒരു പ്രത്യേക നെയിം ഒന്നും കമ്പനി രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബിക്ക് എന്ത് ചെയ്യും? കമ്പനി റീപേ ചെയ്യുമ്പോൾ ബിക്ക് എമൗണ്ട് കിട്ടും. അത് ട്രാൻസ്ഫറബിൾ ആണ്. പക്ഷെ രജിസ്റ്റേർഡ് ഡിബഞ്ചറോ, കമ്പനി രജിസ്റ്ററിൽ ആരുടെ പേരാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയാണ് ഈ എമൗണ്ട് തിരിച്ചു കിട്ടുക. ആ വ്യക്തിക്കാണ് ഈ എമൗണ്ട് തിരിച്ചു കിട്ടുക. ഓക്കെ അല്ലേ? അടുത്തത് പറയുന്നതാണ് ടേം ലോൺ. Term loans are long-term borrowings provided by banks and financial institutions to business for a fixed period, usually ranging from 3 to 10 years. എന്താ പറയുന്നത്? ടേം ലോൺസ് എന്ന് വെച്ചാൽ എന്താണ്? അതും ഒരു ലോങ് ടൈം ബോറോവിംഗ് ആണ്. ആരാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാങ്ക് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആർക്ക്? നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് ലോങ് ടൈം ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. യൂഷ്വലി റേഞ്ചിങ് ഫ്രം 3 to 10 years. 3 വർഷം തൊട്ട് 10 വർഷം വരെയൊക്കെയാണ് അതിന്റെ ടേം ലോണിന്റെ കാലാവധി എന്നൊക്കെ പറയുന്നത്. They are mainly used for purchasing fixed asset or expansion or modernization of business operation. ഈ നമ്മൾ ലോൺ ഒക്കെ എടുക്കുന്ന എന്തിനാണ്? നമ്മുടെ ബിസിനസിനെ എക്സ്പാൻഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ്സിന് ഒരു പ്രത്യേക മെഷീനറി വാങ്ങണം, ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ ആ മെഷീനറി വാങ്ങാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മോഡേണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടേം ലോൺ എടുക്കുന്നത്. അടുത്ത കീ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. റീപെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ് ഓവർ എ ഫിക്സഡ് പീരീഡ്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ എടുത്ത ലോണ് റീപേ ചെയ്യണം. അതെങ്ങനെയാണ്? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. ക്യാരി എ ഫിക്സഡ് ഓർ വേരിയബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ എടുക്കുന്ന ബാങ്ക് ലോണിന് എന്തായിരിക്കും? ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അല്ലെ? ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അടച്ചിരിക്കണം. യൂഷ്വലി സെക്യൂർഡ് ബൈ കമ്പനി അസറ്റ്. ലോൺ ഒക്കെ നമ്മൾ എങ്ങനെയാ എടുക്കുക? എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വെച്ചതിന് ശേഷമാണല്ലേ നമ്മൾ ലോൺ എടുക്കുക. അതുകൊണ്ടാണ് യൂഷ്വലി സെക്യൂർഡ് ബൈ കമ്പനി അസറ്റ്. ഏതെങ്കിലും ഒരു അസറ്റ് സെക്യൂരിറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ലോൺ എടുക്കുക. ലെൻഡേഴ്സ് മേ ഇമ്പോസ് സെർട്ടൻ കണ്ടീഷൻ. അതായത് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികള് എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് വെക്കുന്നുണ്ടാകും അല്ലെ? ആ കണ്ടീഷൻ ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലോൺ എടുക്കുക. ഇത്രയൊക്കെയാണ് ടേം ലോൺസിനെ കുറിച്ച് പറയാനുള്ളത്. പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ്. എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ്? Retained earnings refer to the portion of net profit that is not distributed as dividend to shareholders but is reinvested in the business for future growth and development. അതായത് ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി, ഈ പ്രോഫിറ്റിന് 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്നെങ്കിൽ അത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് വെക്കാം. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡിവിഡൻഡ് ആയി കൊടുക്കാതെ അവരെ സൂക്ഷിച്ച് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെ? വേറൊന്നിനും ഉപയോഗിക്കുന്നത്. അത് ബിസിനസ്സിൽ വെച്ചേക്കുകയാണ്. എന്തിന്? ബിസിനസിന്റെ ഫ്യൂച്ചർ ഗ്രോത്തും ഡെവലപ്മെന്റിനും ആവശ്യമായിട്ട് ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? ഈ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് ആ ഫണ്ട് എടുക്കും. അതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? ഇത് ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കുന്ന ഫിനാൻസ് ആണ്. ഇതിനൊരു എക്സ്റ്റേണൽ പാർട്ടി ആയിട്ട് കണക്ഷൻ ഉണ്ടോ? ഇല്ല. ബിസിനസ് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻകം കിട്ടിയാൽ നമ്മൾ കുറേശ്ശെ സേവ് ചെയ്ത് വെക്കുന്നു. നാളെ നമുക്ക് വലിയൊരു ആവശ്യം വന്നു, ഈ സേവ് ചെയ്ത എമൗണ്ടിൽ നിന്ന് നമ്മൾ എടുക്കുക. അത് നമ്മൾ ആരുടെ അടുത്ത് നിന്നും കടം വാങ്ങുന്നതാണോ? അല്ല, അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുന്നു. അതുപോലെയാണ് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി റിട്ടേൺ ചെയ്ത് വെക്കുന്നു, ആവശ്യം വരുമ്പോൾ എടുക്കുന്നു. ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്. കീ ഫീച്ചേഴ്സ്. നോ ഫിക്സഡ് കോസ്റ്റ് ഓർ റീപേയ്മെന്റ് ഒബ്ലിഗേഷൻ. ഇതിന് എന്തെങ്കിലും ഒരു ഫിക്സഡ് കോസ്റ്റ് ഉണ്ടോ? അതായത് റീറ്റെയിൻഡ് ഏർണിങ്സിന് നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കൊടുക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ പൈസ ഇനി അത് റീപേ ചെയ്യണോ? ആവശ്യമുണ്ടോ? നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന, ഞാനിപ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ എടുത്തു, 2 മാസത്തിനുള്ളിൽ ആ 500 രൂപ എനിക്ക് തന്നെ തിരിച്ചു തരണമെന്നല്ലോ, അങ്ങനെയുണ്ടോ? ഇല്ല. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നു. അവിടെ റീപേയ്മെന്റ് ഇല്ല, ഫിക്സഡ് കോസ്റ്റോ ഒന്നുമില്ല. ഇൻക്രീസ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സെൽഫ് ഡിപെൻഡൻസ് അല്ലെ? നമ്മുടെ കയ്യില്
ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ആ പൈസ കയ്യിലുള്ളതുകൊണ്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലെ? അതേപോലെ നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ? മറ്റൊരാളെ നമ്മൾ ആശ്രയിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മുടെ കയ്യിലെ പൈസ എടുത്ത് ഉപയോഗിക്കുന്നു. അതുപോലെ കമ്പനിക്കും എന്താ പറയുന്നത്, അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ അവർക്ക് സെൽഫ് ഡിപ്പെൻഡന്റ് ആകാം. അവർക്ക് അന്നേരം എന്താ പറയാ ഡെപ്റ്റിൽ ക്യാഷ് എടുക്കേണ്ട ആവശ്യം വരുമോ? ഇല്ല, അവരുടെ കയ്യിൽ ഓൾറെഡി പൈസ ഉണ്ട് അല്ലേ? suitable for expansion, modernization or debt repayment. എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുക? നമ്മൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം, മോഡേണൈസേഷന്, അതേപോലെ ഇപ്പൊ ഒരു പ്രത്യേക ഡെപ്റ്റ് റീപേ ചെയ്യാനുള്ള സമയമായി. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ പൈസ ഇല്ല, നമ്മൾ റീറ്റേൺ ഏർണിങ്സിൽ നിന്ന് എടുക്കുന്നു, റീപേ ചെയ്യുന്നു. ഡിപ്പെൻഡ് ഓൺ ദി കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഡിവിഡൻഡ് പോളിസി. ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് കീപ്പ് ചെയ്യുക ഓരോ കമ്പനികളെയും സംബന്ധിച്ച് വ്യത്യസ്തമാണ്. കാരണം എന്താ, ഒരു കമ്പനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കത് റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഈ പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനി എവിടെ നിന്നെടുത്ത് നമ്മൾ സൂക്ഷിക്കും? അതായത് നമുക്കൊരു ജോലി ഉണ്ടെങ്കിലേ ആ ജോലിയിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം കിട്ടി നമ്മുടെ എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി, അതായത് ബാലൻസ് കിട്ടിയാലല്ലേ നമുക്കത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവിടെ ഒരു റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് കമ്പനിയും, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ അവരുടെ ഡിവിഡൻഡ് പോളിസി, ഓരോ കമ്പനിയുടെയും ഡിവിഡൻഡ് പോളിസി വ്യത്യസ്തമായിരിക്കും. ചില കമ്പനികള് അവരുടെ പ്രോഫിറ്റ് 100% ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും. ഇനി ചിലവർ 70% ഡിവിഡൻഡ് ആയി കൊടുക്കും, 30 റിട്ടേൺ ചെയ്യും. ചിലത് 40 ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും, 60 റിട്ടേൺ ചെയ്യും. അത് ഓരോ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിട്ടേൺ ഏർണിങ്സ് ഉണ്ടാകുക. അതാണ് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദി കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഡിവിഡൻഡ് പോളിസി. ഇത് നമ്മൾ പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ആണ്. ഈ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണോ? Venture capital is a form of long-term financing provided by venture capitalists to new, innovative or high-risk business venture, especially startup with a strong growth potential. അതായത് ഒരു പുതിയതായിട്ട് എന്താ പറയുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ്, ഒരു പുതിയ ആശയം ഒരു പുതിയ ആശയം കൊണ്ടുവരികയാണ്. അവിടെ അവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് വെഞ്ചർ ക്യാപിറ്റൽ. അല്ലെങ്കിൽ ഒരു ഹൈ റിസ്ക്, ഇപ്പൊ പുതിയതായിട്ട് ഒരു പുതിയ ഐഡിയ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്തായിരിക്കും, റിസ്ക് കൂടുതലായിരിക്കും അല്ലേ? അങ്ങനെ ഹൈ റിസ്ക് ഉള്ള ബിസിനസ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ. Invested mainly in new or emerging companies with high risk and return potential. വെറുതെ കൊണ്ടുപോയി നമ്മൾ ഫണ്ട് കൊടുക്കുവോ? ഇല്ല, ഹൈ റിസ്ക് ആണ്, പക്ഷെ അവിടെ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടും എന്ന് നമുക്കൊരു എന്താ പറയുക, നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ചിന്തിക്കില്ല. ചില ബിസിനസ് നമ്മൾ പറയില്ലേ, ലാഭം കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള ന്യൂ ഓർ എമർജിംഗ് കമ്പനീസിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പ്രൊവൈഡ് ബോത്ത് ഫിനാൻസ് ആൻഡ് മാനേജീരിയൽ എക്സ്പെർട്ടൈസ്. അവർ ഫിനാൻസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല, മാനേജീരിയൽ എക്സ്പെർട്ടൈസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻസിനൊപ്പം ഇതും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നു. യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർ ഓർ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെന്റ്. ഇവര് ഡെപ്റ്റോ അങ്ങനെയായിട്ടോ ഒന്നുമല്ല, എന്തായിട്ടായിരിക്കും, ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർ ഓർ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെന്റ്. ആ കമ്പനിയിൽ ഒരു ഓണർഷിപ്പ് കിട്ടുക. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത അവിടെ ഒരു ഉടമസ്ഥാവകാശം വരുന്നില്ലേ? അങ്ങനെ ഒരു ബേസ് കിട്ടുക. അതുകൊണ്ട് അത് എങ്ങനെയാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഇൻസ്ട്രുമെന്റ്, മറ്റെന്തെങ്കിലും ആണെങ്കിലും അത് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആക്കുന്ന രീതിയിലോ ഉള്ള ഇതിലായിരിക്കും അവര് ഈ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇൻവെസ്റ്റർ എക്സ്പെക്ട് ഹൈ റിട്ടേൺ ടു കോമ്പൻസേറ്റ് ഫോർ ദി ഹൈ റിസ്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിസ്ക് കൂടി കഴിയുമ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? റിസ്ക് കൂടുന്നിടത്ത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാർക്ക് മടിയായിരിക്കില്ലേ? അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹൈ റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ വലിയ റിസ്കിലുള്ള ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ ആ ഏറ്റെടുക്കുന്നതിന് നമുക്കൊരു കോമ്പൻസേഷൻ വേണ്ടേ? അതാണ് ഇവിടെ പറയുന്നത്. The short-term source of finance. Short-term finance refers to funds required for a period of less than 1 year, mainly to meet working capital needs such as paying salary, purchasing raw materials, or meeting other day-to-day expenses. എന്തിനാണ് നമ്മൾ ഷോർട്ട് ടേം സോഴ്സ് ഈ ഫിനാൻസ് റേസ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? നമ്മുടെ ഡേ ടു ഡേ, ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? എന്തൊക്കെയായിരിക്കും? ഇപ്പൊ സാലറി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ റെന്റ് കൊടുക്കണം. അങ്ങനെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റേസ് ചെയ്യുന്ന ഫണ്ടാണ് ഷോർട്ട് ടേം ഫിനാൻസ്.
അത് മെയിൻലി ലെസ് ദാൻ 1 ഇയർ, ഒരു 1 ഇയറിനുള്ളിൽ അങ്ങനെ അത്രത്തേക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ അല്ലേ? അതേപോലെ അതിന്റെ മെയിൻ സോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന് ട്രേഡ് ക്രെഡിറ്റ്, ക്രെഡിറ്റ് ഫ്രം സപ്ലൈ ഫോർ ഗുഡ്സ് പർച്ചേസ്ഡ്. നമ്മളിപ്പം റോ മെറ്റീരിയലോ എന്തെങ്കിലും ആകട്ടെ, നമ്മൾ സപ്ലയറുടെ അടുത്ത് നിന്ന് പർച്ചേസ് വാങ്ങുമ്പോൾ റെഡി ക്യാഷ് പേയ്മെന്റ് ആയിരിക്കുമോ? അല്ല, ഇന്ന സമയത്ത് ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്യും, ആ ഡേറ്റിൽ ഇത് തിരിച്ചു കൊടുക്കും അല്ലേ? അതാണ് ട്രേഡ് ക്രെഡിറ്റ്. അടുത്തതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഫെസിലിറ്റി ടു വിഡ്രോ മോർ ദാൻ ദി അക്കൗണ്ട് ബാലൻസ്. നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ? ബാങ്ക് ഓടി എന്താണ്? നമുക്കിപ്പോ 100 രൂപയാണെങ്കിൽ 100 ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു നിശ്ചിത ബാലൻസ് ഉണ്ട്, അതിൽ ഉള്ളതിൽ കൂടുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും ഈ ഫെസിലിറ്റി പ്രകാരം. അടുത്തത് ഷോർട്ട് ടൈം ലോൺ, ലോൺ ഫ്രം ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ ഷോർട്ടർ പീരീഡ്. നമ്മൾ ഓൾറെഡി ലോണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ലോങ്ങർ പീരീഡിലാണ്. ഇത് ഷോർട്ട് പീരീഡിനും അവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാം. അടുത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ പ്രൊമിസറി നോട്ട്, ഡിസ്കൗണ്ടിങ് ബിൽസ് ടു ഗെറ്റ് ഇമ്മീഡിയറ്റ് ഫണ്ട്. നമുക്ക് പെട്ടെന്ന് ഫണ്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബിൽസ് എന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ പറയില്ലേ? ഇപ്പൊ നമുക്ക് ഒരാൾ പണം തരാനുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നമ്മൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. എന്തിന്? ഇന്ന സമയത്തിനുള്ളിൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും എന്ന രീതിയിൽ. നമുക്ക് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യാം? ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യാം, ബാങ്കിലെ ഏൽപ്പിക്കാം, എന്നിട്ട് ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫണ്ട് നമുക്ക് എടുക്കാം. പിന്നെ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മച്യൂരിറ്റി പീരീഡിൽ ബാങ്ക് ആണ് ആരുടെ അടുത്തുനിന്ന്? ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുക്കുന്നത്. മച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ആ പൈസ ബാങ്കിനാണ് കൊടുക്കേണ്ടത്. ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അടുത്തത് കൊമേഴ്ഷ്യൽ പേപ്പർ, അൺസെക്യൂർഡ് ഷോർട്ട് ടൈം ബോറോയിങ് ബൈ കമ്പനീസ് ഫ്രം ദി മാർക്കറ്റ് അല്ലേ? അതായത് കമ്പനീസിന് പെട്ടെന്ന് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന മറ്റൊരു ഒരു സോഴ്സ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഇത് അൺസെക്യൂർഡ് ആണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൽ നമ്മൾ പറയുന്നത്. നേരവും നമ്മൾ സോഴ്സ് ഓഫ് ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ക്യാപിറ്റലിലേക്ക് കടക്കുകയാണ്. It refers to the total investment of a company in money, tangible or intangible asset. എന്താണ് ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, ആ കമ്പനി എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇപ്പൊ അവരുടെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, അവർക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിന്റെ ടോട്ടലിനെയാണ് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ വെൽത്ത് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ടോട്ടൽ വെൽത്തിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ? ഒരു ബിസിനസ്സിൽ ഇപ്പൊ ബിൽഡിംഗ് ഉണ്ട്, അസറ്റ് ഉണ്ട്, ഗുഡ് വിൽ ഉണ്ട്. അസറ്റ് മീൻസ് അതായത് ഫർണിച്ചർ, എന്തൊക്കെയുണ്ടോ അതെല്ലാം, അതിന്റെ എല്ലാം ടോട്ടൽ ആണ് എന്ത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റലൈസേഷൻ, it refers to the total amount of securities issued by a company. ശ്രദ്ധിക്കുക, ഈ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള ടേം കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താ? കമ്പനിയല്ലേ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. it refers to the total amount of securities issued by a company. ഒരു കമ്പനി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസുകളുടെ മൊത്തത്തിലുള്ള ടോട്ടൽ എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ. It refers to the par value of securities. സെക്യൂരിറ്റീസിന്റെ par value പിന്നെ പറയാനും നമ്മൾ ഈ ടേം ഉപയോഗിക്കുന്നുണ്ട്. എന്ത്? ക്യാപിറ്റലൈസേഷൻ. അടുത്ത ടേം ഓവർ ക്യാപിറ്റലൈസേഷൻ. When a company's capital exceeds its earning capacity, it is said to be over capitalized. In other words, the company is not able to earn a reasonable return on the total capital invested. എന്താണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒരു കമ്പനിയിൽ ആവശ്യത്തിൽ കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്തിരിക്കുന്ന അവസ്ഥ അല്ലേ? എങ്ങനെ പറയാന്ന് വെച്ചാല്, ഇപ്പം നമ്മള് റേസ് ചെയ്ത ക്യാപിറ്റലിന്റെ കപ്പാസിറ്റി വെച്ചിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. The company is not able to earn a reasonable return on the total capital invested. ഇത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഒപ്പമുള്ള പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കമ്പനിയില് ആ കമ്പനിയുടെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? റേസ് ചെയ്തിരിക്കുന്നു. റേസിംഗ് മോർ ക്യാപിറ്റൽ ദാൻ നീഡഡ്. നമ്മളുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്തിരിക്കുന്നു. ലോ പ്രോഫിറ്റബിലിറ്റി ഓർ പുവർ മാനേജ്മെന്റ്. എന്തുകൊണ്ടാണ്? ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നല്ല രീതിയിൽ മാനേജ്മെന്റ് നടത്തിയിട്ടില്ല അല്ലേ?
നല്ല രീതിയിൽ മാനേജ് ചെയ്താലേ അല്ലെങ്കിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേണ്ടത്ര ക്യാപിറ്റൽ മാത്രം റേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതൊന്നും നമ്മൾ നോക്കാതെ ഒരു പുവർ മാനേജ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലൈസേഷനിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇത് കാരണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർ ക്യാപിറ്റലൈസേഷനിൽ എത്താൻ പറ്റും. ഇനി എന്താണ് ഇതിന്റെയൊക്കെ പ്രശ്നം? ഇവിടെ ഡിവിഡൻഡിന്റെ റേറ്റ്, ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡിന്റെ റേറ്റ് കുറയും, ഷെയർ വാല്യൂ എന്താണ് താന്നു പോകും. ഇനി അവർക്ക് ഫ്യൂച്ചറിൽ ഒരു ഫണ്ട് വേണമെങ്കിൽ അത് റേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം കമ്പനി മൊത്തത്തിൽ ഡള്ളായി പോകും. ക്യാപിറ്റൽ കൂടിയിരിക്കുക, ഇനി അത് കടമായിട്ടാണോ വാങ്ങിയെങ്കിൽ ആ കടമൊക്കെ കൂടിയിരിക്കുക അല്ലേ, എന്നാൽ അതിട്ട് ആവശ്യമായ രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനോ ഉപയോഗിക്കാനോ സാധിക്കുന്നില്ല. പിന്നെ അവർക്ക് ഒരു ഫ്യൂച്ചറിൽ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് റേസ് ചെയ്യാൻ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അണ്ടർ ക്യാപിറ്റലൈസേഷൻ, when a company's earnings are more than the expected return on its capital, it is under capitalized. It means the company is earning high profit with a lesser capital. അതായത് ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, റേസ് ചെയ്തിട്ടില്ല. കുറഞ്ഞ ക്യാപിറ്റലേ റേസ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്തു. അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, റേസ് ചെയ്തിട്ടില്ല. അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആണ്. ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ ഒരു കമ്പനിക്ക് ഒരു മെഷീനറി വേണം. ആ മെഷീനറി വാങ്ങാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അവിടെ അവരുടെ എന്താ പറയുക പ്രൊഡക്ടിവിറ്റി ബാധിക്കും അല്ലേ. ഇവര് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു നല്ല റിട്ടേൺ ഉണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും അല്ലേ. അതാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഫെയർ ക്യാപിറ്റലൈസേഷൻ, ദ കമ്പനി ഏൺസ് എ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, നെയ്തർ ടു ഹൈ നോ ടു ലോ. അതായത് ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി അതിന്റെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിനെ സംബന്ധിച്ച് ഒരു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ അല്ലെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടുതലോ കുറവോ ഒന്നുമല്ല. അവരുടെ ആവശ്യത്തിനുള്ള കറക്റ്റ് ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, അവർ റേസ് ചെയ്യുന്നു. അത് പ്രോപ്പർ ആയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്ത് അവർ റിട്ടേൺ ഉണ്ടാക്കുന്നു. ഇനി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് മാച്ചസ് ദ ബിസിനസ് റിക്വയർമെന്റ്. നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, നമ്മൾ ഏതൊക്കെ അസറ്റ് വാങ്ങണം, എന്തൊക്കെ മെഷീനറികൾ വാങ്ങണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം അല്ലെ, നമ്മുടെ ബിസിനസിന്റെ ആവശ്യം അനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അതായത് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യണം. ദ കമ്പനി ഏൺസ് എ റീസണബിൾ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. അങ്ങനെ നമ്മൾ റേസ് ചെയ്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് റീസണബിൾ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് റിമെയിൻ സ്റ്റേബിൾ. ഇവിടെ മാർക്കറ്റ് വാല്യൂ എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും, കുറയോ കൂടുകയോ ഒന്നുമില്ല. ഇൻഡിക്കേറ്റ് സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് പ്രോപ്പർ പ്ലാനിങ്. ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു കമ്പനിയിൽ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റും പ്രോപ്പർ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ എത്ര ഫിനാൻഷ്യൽ റിക്വയർമെന്റ് കണ്ടെത്താനും എങ്ങനെയൊക്കെ ക്യാപിറ്റൽ റേസ് ചെയ്യണമെന്നും ആ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനും നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാനും സാധിക്കുള്ളൂ അല്ലേ. അപ്പൊ ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആ കമ്പനിയിൽ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റും പ്രോപ്പർ പ്ലാനിങ് ഉണ്ട് എന്നതിനുമുള്ള ഒരു തെളിവാണ്. ഇതാണ് ഫെയർ ക്യാപിറ്റലൈസേഷൻ. ഈ 3 ടേംസ് ഓർത്തിരിക്കുക. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആവശ്യത്തിൽ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടാകുന്നു. അണ്ടർ ക്യാപിറ്റലൈസേഷനോ അവരുടെ കപ്പാസിറ്റി കൂടുതലാണ്, അല്ല പ്രൊഡക്ടിവിറ്റി ഇതൊക്കെ കൂടുതലാണ്, പക്ഷെ അതിനുള്ള ക്യാപിറ്റൽ ഇല്ല അല്ലേ, മെഷീനറി ഇല്ല. മെഷീനറി ഉണ്ടെങ്കിലേ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഡള്ളായി പോകും അല്ലേ. ഇനി ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, ഓവറും അല്ല അണ്ടറും അല്ല, അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്യാപിറ്റൽ അവർക്കുണ്ടാകുന്നു. അതാണ് ഫെയർ ക്യാപിറ്റലൈസേഷൻ. ഇത്ര നേരം നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് കിടക്കുകയാണ്. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? Capital structure refers to the mix or composition of different sources of long-term funds used by a company.
അല്ലേ? നമ്മൾ ഈ സോഴ്സ് മനസ്സിലാക്കിയാലേ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു കമ്പനി അതിന്റെ ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ട്സുകൾ എന്ത് ചെയ്യുന്നു? റേസ് ചെയ്യുന്നു. ഇതിന്റെ ഒരു മിക്സിനെ അല്ലെ കോമ്പോസിഷനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ആ ക്യാപിറ്റലിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഒരു കമ്പനി അതിന്റെ ക്യാപിറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇറ്റ് ഷോസ് ദി പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ്. അല്ലെ? ഒരു ബിസിനസ്സിന് എത്ര ഡെപ്റ്റ് ഉണ്ട്, എത്ര ഇക്വിറ്റി ഉണ്ട് തുടങ്ങിയ ആ ഒരു പ്രൊപ്പോർഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഒരു എക്സാമ്പിൾ: if a company raises fund from equity share, preference share, debenture and long-term loans, the combination of these sources form its capital structure. ഒരു കമ്പനി അതിന്റെ ഫണ്ട് എവിടെ നിന്നൊക്കെയാണ് റേസ് ചെയ്തിരിക്കുന്നത്? ഇക്വിറ്റി ഷെയറിൽ നിന്നാക്കി, പ്രിഫറൻസ് ഷെയറിൽ നിന്നാക്കി, ഡിബഞ്ചറിൽ നിന്നാക്കി, ലോങ് ടൈം ലോൺസ്, ഈ ഇത്രയും ഉപയോഗിച്ചിട്ടാണ് ഒരു കമ്പനി അവരുടെ ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നത്. ഈ കോമ്പിനേഷനെ, ഈ സോഴ്സിന്റെ കോമ്പിനേഷനെ കാണിക്കുന്നതാണ് ഇതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കമ്പോണൻസ് ഏതൊക്കെയാ? ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, ലോങ് ടൈം ലോൺസ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇവയൊക്കെ അടങ്ങുന്നതാണ് എന്ത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഡിസൈഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അല്ലേ? ഇതിനെ അഫക്ട് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെവറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മെയിൻ ഫാക്ടേഴ്സ്: കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദ കമ്പനി ഷുഡ് ചൂസ് സോഴ്സ് ഓഫ് ഫണ്ട് വിത്ത് ദ ലോവസ്റ്റ് കോസ്റ്റ് ടു മാക്സിമൈസ് റിട്ടേൺ. അതായത് ഒരു കമ്പനി അതിന്റെ ക്യാപിറ്റലിനെ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെ സോഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞ, അതായത് നമ്മൾക്ക് ഇപ്പം റിട്ടേൺ കൊടുക്കണം, അല്ലെ? ഒരു ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് റിട്ടേൺ കൊടുക്കണം, ഡിവിഡൻഡ് ആയും ഇൻട്രസ്റ്റ് ആയിട്ടും ഒക്കെ റിട്ടേൺ കൊടുക്കണം. അപ്പം ആ കോസ്റ്റ് കുറഞ്ഞ സോഴ്സിൽ നിന്ന് ക്യാപിറ്റൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ശ്രദ്ധിക്കണം, അല്ലേ? കോസ്റ്റ് കുറഞ്ഞാൽ നമുക്ക് അവിടെ റിട്ടേൺ കൂട്ടാം. 2, കൺട്രോൾ. ഇഷ്യൂയിങ് മോർ ഇക്വിറ്റി ഷെയർ മേ ഡൈല്യൂട്ട് കൺട്രോൾ വൈൽ ഡെപ്റ്റ് ഫിനാൻസിങ് റിട്ടേൺ ഓണർഷിപ്പ് കൺട്രോൾ. എന്താ പറയുന്നേ? നമ്മളിപ്പോ കൂടുതൽ ഇക്വിറ്റി ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? കൺട്രോളിങ് പവർ പോകും, അല്ലേ? ഇപ്പൊ കുറച്ചൊരു 50 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു, അതിനുശേഷം വീണ്ടും ഒരു 100 എണ്ണം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ 150 പേരിലായി കൺട്രോൾ, അല്ലേ? ആദ്യം 50 പേരിൽ മാത്രമേ കൺട്രോൾ ഉണ്ടാവുള്ളൂ. ഇപ്പം കൂടുതൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എന്താകും? സ്പ്രെഡ് ആയി പോകും. അപ്പൊ അവിടെ ഡെപ്റ്റ് ഫിനാൻസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഓണർഷിപ്പ് കൺട്രോൾ നമുക്ക് അവിടെ റീറ്റേൺ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അടുത്തത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. യൂസ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ക്യാൻ ഇൻക്രീസ് ഏർണിംഗ് പെർ ഷെയർ ഇഫ് ദ കമ്പനി ഏൺ മോർ ദാൻ ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. സപ്പോസ് ഒരു കമ്പനി കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്തു, അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതിനേക്കാൾ കൂടുതൽ കമ്പനി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെപ്റ്ററിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ആർക്കാണ്? അല്ലെ? ഇക്വിറ്റി ഷെയർ ബാക്കിയുള്ളത് ആർക്കാണ്? ഇക്വിറ്റി ഷെയർസിനുള്ളതാണ്, അല്ലേ? അപ്പൊ അവിടെ ഏർണിംഗ് പെർ ഷെയർ കൂടും. ഇതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഫ്ലെക്സിബിലിറ്റി. ദ സ്ട്രക്ചർ ഷുഡ് അലൗ ഈസി എക്സ്പാൻഷൻ ഓർ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ വെനെവർ റിക്വയർഡ്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കണം. അത് എന്താ പറയുന്നത്? ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒന്നെങ്കിൽ ഫണ്ട് കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ. അടുത്തത് റിസ്ക്. മോർ ഡെപ്റ്റ് ഇൻക്രീസസ് ഫിനാൻഷ്യൽ റിസ്ക്, സോ എ ബാലൻസ് ഈസ് നീഡഡ്. ഡെപ്റ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ എന്താ, ഒരു ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലേ? അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ എന്താ, അവിടെ ഒരു ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്. അവിടെ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അവിടെ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. അടുത്തത് ക്യാഷ് ഫ്ലോ പൊസിഷൻ. എ കമ്പനി വിത്ത് സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ ക്യാൻ സേഫ്ലി യൂസ് മോർ ഡെപ്റ്റ്. ഒരു കമ്പനിക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ അവർക്ക് ഡെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, അങ്ങനെയാണെങ്കിൽ അവർക്ക് എല്ലാ വർഷം എന്താ എപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റേബിൾ ആയ കമ്പനിക്ക് മാത്രമല്ലേ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്റ്റേബിൾ ആയ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത സൈസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ്. ലാർജ് സ്റ്റേബിൾ കമ്പനി ക്യാൻ യൂസ് മോർ ഡെപ്റ്റ് വൈ സ്മോൾ ഓർ റിസ്കി ഫേം പ്രിഫർ ഇക്വിറ്റി. വലിയ വലിയ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് എന്താ പറഞ്ഞത് സ്യൂട്ടബിൾ ആണ്. പക്ഷേ സ്മോൾ ആണ്, ഒരു സ്മോൾ ചെറിയ ചെറിയ കമ്പനികൾ അല്ലെ റിസ്കി ഫേംസിനൊക്കെ എന്താണ് ഇക്വിറ്റി പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും അല്ലേ, അവർക്ക് പ്രോപ്പർ റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ അവർ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, ഇക്വിറ്റി പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി മാർക്കറ്റ് കണ്ടീഷൻ. ഡ്യൂറിങ് എ ബൂം കമ്പനി മേ ഇഷ്യൂ ഇക്വിറ്റി, ഡ്യൂറിങ് എ റിസഷൻ ദേ പ്രിഫർ ഡെപ്റ്റ്. എന്താണ് മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കാം. ബൂം പീരീഡില് കമ്പനിക്ക് കൂടുതൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ ഷെയർ പർച്ചേസ് ചെയ്ത് വെക്കും അല്ലേ. അപ്പം ഇക്വിറ്റി എടുക്കുന്നതായിരിക്കും ആ സമയത്ത് നല്ലത്. അതേപോലെ റിസഷന്റെ സമയത്ത് എന്ത് ചെയ്യണം, ഡെപ്റ്റ് ക്യാപിറ്റൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്, മാർക്കറ്റിലെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അടുത്ത നമ്മൾ പറയുന്നത് പ്രോസസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള സംഭവം നമ്മൾ ഇതാക്കുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ്. ഒന്നാമത്തേത് എസ്റ്റിമേറ്റ് ഫിനാൻഷ്യൽ നീഡ്സ്, ഐഡന്റിഫൈ ഹൗ മച്ച് ടോട്ടൽ ക്യാപിറ്റൽ ദ ബിസിനസ് റിക്വയർ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിന് എത്ര ക്യാപിറ്റൽ വേണം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ ഫിനാൻഷ്യൽ നീഡ് നമ്മൾ തിരിച്ചറിഞ്ഞ് കണക്കാക്കി വെക്കണം. അതിനുശേഷം ഡിസൈഡ് ക്യാപിറ്റൽ മിക്സ്, ചൂസ് ദ റേഷ്യോ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്. നമ്മുടെ കുറെ ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞില്ലേ, അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റേഷ്യോ, ഇക്വിറ്റി ഡെപ്റ്റിന്റെ റേഷ്യോ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, ഡിസൈഡ് ചെയ്യണം. ഒന്നെങ്കിൽ 50-50% ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്, അല്ലെ 60-40, അങ്ങനെ നമ്മുടെ കമ്പനിക്ക് പറ്റുന്ന രീതിയിലുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഇവാലുവേറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, സെലക്ട് ദ മോസ്റ്റ് എക്കണോമിക്കൽ സോഴ്സ് ഓഫ് ഫണ്ട്. നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞ സോഴ്സിൽ നിന്ന് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അല്ലേ. അല്ലെങ്കിൽ എന്താ, കമ്പനിയെ സംബന്ധിച്ച് അതൊരു വലിയ കോസ്റ്റ് ആയി പോകും. കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് അത് വലിയൊരു കോസ്റ്റ് ആണ് അല്ലേ. അതുകൊണ്ട് മോസ്റ്റ് എക്കണോമിക്കൽ സോഴ്സിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ കമ്പനി ശ്രദ്ധിക്കണം. കൺസിഡർ റിസ്ക് ആൻഡ് കൺട്രോൾ, ബാലൻസ് ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ഓണർഷിപ്പ് കൺട്രോൾ. എന്താണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാല്, ഡെപ്റ്റ് ആണ് നമ്മൾ റേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് സ്ഥിരമായിട്ട് കൊടുക്കണം, ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കണം. പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കണ്ട. അതേപോലെ ഓണർഷിപ്പ് കൺട്രോൾ എന്താ, കൂടുതൽ ഇക്വിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നാല് കുറച്ച് ആളുടെ കയ്യിലായിരിക്കും ഓണർഷിപ്പ് ഉണ്ടാകുക. അപ്പൊ കൂടുതൽ ഇക്വിറ്റി ചെയ്താൽ ആ ഓണർഷിപ്പ് അങ്ങ് ഡൈല്യൂട്ട് ആകും, ഇക്വിറ്റി വാങ്ങുന്ന എല്ലാവരുടെ അടുത്തേക്കും പോയിക്കൊണ്ടിരിക്കും അല്ലെ, ഓണർഷിപ്പ് കൺട്രോൾ ഡൈല്യൂട്ട് ആയി പോകും. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റ്, ഫൈനലൈസ് ആൻഡ് റേസ് ഫണ്ട് അക്കോർഡിംഗ്ലി. നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ല, ആ ഒരു മിക്സ് നമ്മൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഫണ്ട് അതിനനുസരിച്ച് നമ്മൾ റേസ് ചെയ്യണം അല്ലെ. ഇപ്പൊ 50% ഇക്വിറ്റി ആണെങ്കിൽ അങ്ങനെ ഇക്വിറ്റി ഇഷ്യൂ ചെയ്ത് ഇക്വിറ്റി ഫണ്ട് മേടിച്ചു, ബാക്കി ഡെപ്റ്റ് മേടിച്ചു, അങ്ങനെ നമ്മൾ നമ്മുടെ ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നു. അടുത്ത റിവ്യൂ, ചെക്ക് ആൻഡ് റിവൈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ വെൻ നീഡഡ്. നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യും. ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം വന്നു, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ കുറച്ചും കൂടി വേണം, അല്ലെ നമ്മുടെ സ്ട്രക്ചർ ഇങ്ങനെ ഇത്രയും ഡെപ്റ്റ് വേണ്ട, അല്ലെ ഇത്രയും ഇക്വിറ്റി വേണ്ട എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ട്രക്ചറിനെ റിവൈസ് ചെയ്യാം. നമുക്ക് ഒന്നെങ്കിൽ അത് എന്താ പറയുക, ചെക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉള്ള രീതിയിൽ ആക്കിയെടുക്കാം. ഇത്രയൊക്കെയാണ് പ്രോസസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു, ഫിനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ഒപ്പം പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഹാപ്പി ലേണിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.